Hi guys, welcome back to this session. So നമ്മൾ ഇത്രയും നേരം ചാപ്റ്റർ 11 ഓഡിറ്റ് റിപ്പോർട്ട് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ചാപ്റ്ററിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഓഡിറ്റ് ഒപ്പീനിയൻ. സോ വി നോ ദ ഫാക്ട് ദാറ്റ് ആസ് എൻ ഓഡിറ്റർ നമ്മൾ ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് നമ്മുടെ യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം പെർഫോം ചെയ്ത് എവിഡൻസസ് എല്ലാം കളക്ട് ചെയ്ത് ഫൈനലി നമ്മൾ കൺക്ലൂഷൻ റീച്ച് ചെയ്യും. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ദാറ്റ് വി നീഡ് ടു റീച്ച് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒപ്പീനിയൻ എന്ന് വിളിക്കുക. സോ എന്തൊക്കെ തരത്തിലുള്ള ഒപ്പീനിയൻ ആണ് നമ്മൾ ഒരു ഓഡിറ്റ് ചെയ്തതിനു ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോവുക. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഓഡിറ്റ് ഒപ്പീനിയൻ. സോ ബേസിക്കലി ഈ ഓഡിറ്റ് ഒപ്പീനിയനെ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. വി ക്യാൻ കോൾ ഇറ്റ് ആസ് മോഡിഫൈഡ് ഒപ്പീനിയൻ ആൻഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, ദേ വിൽ ബി unmodified opinion and at the same time there will also be modified opinion. And ഈ അൺമോഡിഫൈഡ് ഒപ്പീനിയനെയും മോഡിഫൈഡ് ഒപ്പീനിയനെയും വീണ്ടും നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. അൺമോഡിഫൈഡ് ഒപ്പീനിയനെ നമുക്ക് ഒന്നായിട്ട് മാത്രമാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. We will call it as unqualified opinion. Okay, we will call it as unqualified opinion. And modified opinion പക്ഷേ നമ്മൾ ഫർദർ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. There will be qualified opinion. Okay, there will be qualified opinion. There will be adverse opinion. There will be disclaimer. Okay, there will be disclaimer of opinion. So ഇങ്ങനെ മൂന്നായിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. There will be qualified opinion, there will be adverse opinion and there will be disclaimer of opinion. Alright. So എന്താണ് ഈ എല്ലാ കൈൻഡ് ഓഫ് ഒപ്പീനിയനും എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. Let me tell you an example. Consider like this. നമ്മൾ ഒരു ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ ചെന്നു. നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ ചെന്നിട്ട് നമ്മൾ കമ്പനിയുടെ അസറ്റ്സും അതുപോലെ തന്നെ കമ്പനിയുടെ ലയബിലിറ്റീസും കമ്പനിയുടെ ഇൻകവും എക്സ്പെൻസും എല്ലാം പ്രോപ്പർ ആണെന്ന് ചോദിച്ചു. ആൻഡ് എവറിഥിങ് ഈസ് പക്ക. കമ്പനി എല്ലാം പക്ക പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ അസേർഷൻസും കമ്പനി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്പനി ഹാവ് പ്രിപ്പയർഡ് ഇറ്റ് ഇൻ എ ട്രൂ ആൻഡ് ഫെയർ മാനർ. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും? യെസ്, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ചെയ്തേക്കുന്ന പ്രൊസീജിയേഴ്സിന്റെ ബേസിസിൽ ട്രൂ ആൻഡ് ഫെയർ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒപ്പീനിയൻ ആയിട്ട് പറയും. ദിസ് ഈസ് സംതിങ് കോൾഡ് an unqualified opinion or unmodified opinion, which means financial statements മൊത്തത്തിൽ ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയുന്നതാണ് unqualified opinion. Okay, then financial statements നമ്മൾ നോക്കി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയ സമയത്ത് ഒരുപാട് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള കുറെ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആൻഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് എ ഹോൾ മിസ്റ്റേറ്റഡ് ആണ് നമുക്ക് മനസ്സിലായി. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും? നമ്മൾ മാനേജ്മെന്റിനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ യൂസേഴ്സിനോട് പറയും, സോറി, the financial statements does not show a true and fair view. So financial statements true and fair view അല്ല, it does not show a true and fair view എന്ന് പറയുന്ന ഒപ്പീനിയനെയാണ് we will call it as adverse opinion. Okay, then നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. സോ ഞാൻ ചെല്ലുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു അസറ്റ് ഉണ്ട്. കമ്പനിയോട് ഞാൻ ചോദിക്കുകയാണ്, ആരുടെ അസറ്റ് ആണ് ഇത്? കമ്പനി പറയുന്നു കമ്പനിയുടെ അസറ്റ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ അസറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? So they are giving me some documents, supporting documents. Say for example, ഈ അസറ്റ് വാങ്ങിച്ചതിന്റെ പർച്ചേസ് ഡോക്യുമെന്റേഷൻ എനിക്ക് തന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഫൈൻ, കമ്പനിയുടെ പേര് തന്നെയാണ് അസറ്റ് വാങ്ങിച്ചേക്കുന്നത്. എമൗണ്ട്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കി, എമൗണ്ട്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലായി. സോ ഐ വിൽ ഫോം ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാം കറക്റ്റ് ആണ്. ഞാൻ എന്ത് കൊടുക്കും? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള എല്ലാ അസറ്റ്സും കറക്റ്റ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഞാൻ കമ്പനിയോട് ചോദിക്കുകയാണ്, ഇത് ആരുടെ അസറ്റാ? കമ്പനി പറയുന്നു ഇത് കമ്പനിയുടെ അസറ്റ് ആണ്. ഫൈൻ, ഷോ മീ ദ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ ദ സെയിം. ബട്ട് കമ്പനി പറയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് തരാമെന്ന് പറഞ്ഞ അപ്പൊ തന്നെ എനിക്ക് കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഒറ്റ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലിന്റെ അകത്ത് പോലും കമ്പനിയുടെ പേരല്ല മെൻഷൻ ചെയ്തേക്കുന്നത്. ഓണർ എന്നുള്ളിടത്ത് കമ്പനിയുടെ നെയിം അല്ല മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ കമ്പനിയോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ അസറ്റ് അല്ലല്ലോ? അപ്പൊ കമ്പനി പറയണ അല്ല, വി ഹാവ് ഗോട്ട് സം അതർ എവിഡൻസ് ഫോർ ദി സെയിം എന്ന് പറഞ്ഞ് കമ്പനി വേറെ ഓൾട്ടർനേറ്റീവ് എവിഡൻസ് തന്നു. അതിന്റെ അകത്തും എന്തില്ല? കമ്പനിയുടെ പേരില്ല. സോ വി അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് കമ്പനി ഈസ് നോട്ട് ഹാവിംഗ് റൈറ്റ്സ് ഓവർ ദ അസറ്റ്. സോ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മിസ്സ്റ്റേറ്റഡ്. അപ്പൊ ഞാൻ എന്ത് പറയും? ബാക്കിയുള്ള അസറ്റ്സും കൂടെ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും. ബാക്കിയുള്ള അസറ്റ്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പ്രശ്നമൊന്നുമില്ല എക്സെപ്റ്റ് ഈ ഒരു അസറ്റ്.
ഞാൻ നോക്കി ഈ അസറ്റിന്റെ വാല്യൂ മെറ്റീരിയൽ ആണോ? അതെ, മെറ്റീരിയൽ ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസേഴ്സിനോട് പറയും, ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കി ഒരു അസറ്റിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ആ അസറ്റിന്റെ വാല്യൂ ഒഴിച്ച് ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, വിച്ച് മീൻസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ബട്ട് ഇറ്റ് ഈസ് സബ്ജെക്ട് ടു സം റിസർവേഷൻ. ഒരു അസറ്റ് ഒഴിച്ച് ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് നമ്മൾ പറയുന്ന ഒപ്പീനിയനെയാണ് we will call it as qualified opinion. Exceptive അല്ലെങ്കിൽ the financial statement shows a true and fair view but subject to some reservation. അതാണ് qualified opinion. Alright. ഇനി വേറൊരു കേസ്. ഞാനാണ് ഓഡിറ്ററായി ഞാൻ മാനേജ്മെന്റിനോട് ചോദിക്കുകയാണ്, സി ഈ അസറ്റ് ആരുടേതാ? മാനേജ്മെന്റ് പറയുന്നു ഇത് മാനേജ്മെന്റിന്റെ അസറ്റ് ആണ്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. സോ ജസ്റ്റ് ഡു വൺ തിങ്, ഇത് നിങ്ങളുടെ അസറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞു. മാനേജ്മെന്റ് പറയാണ്, ലാസ്റ്റ് ഇയറിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ഫയർ ഉണ്ടായി. ഓക്കെ, വലിയൊരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിൽ നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് ഫുള്ള് നശിച്ചുപോയി. ഓക്കെ, അസറ്റ്സും പോലെ ഡോക്യുമെന്റ്സ് എല്ലാം ഫുള്ളി നശിച്ചുപോയി എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കമ്പനിയോട് ചോദിച്ചു, നിങ്ങളുടെ അസറ്റ് ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യാൻ വേറെ എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം പോയി. ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു ഗീവ് us any sort of evidence എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് സിറ്റുവേഷൻ ആസ് ആൻ ഓഡിറ്റർ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ളി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് കമ്പനിയുടെ അസറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന എവിഡൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല, കാരണം എന്താണ്? ഇത് കമ്പനിയുടെ അസറ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. ആൻഡ് ഇൻ സച്ച് എ സിറ്റുവേഷൻ നമുക്ക് എന്താ ഒപ്പീനിയൻ പറയാൻ പറ്റുക? ഒന്നും ഒപ്പീനിയൻ ആയിട്ട് പറയാൻ പറ്റില്ല. സോ ആ സിറ്റുവേഷൻ നമ്മൾ പറയുന്ന ഒപ്പീനിയൻ ആണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, വിച്ച് മീൻസ് the auditor is unable to express an opinion on the financial statements due to the lack of audit evidence. ഓഡിറ്റ് എവിഡൻസ് ഇല്ലാത്ത സമയത്ത് ഓഡിറ്റർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ സിറ്റുവേഷനിൽ ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പീനിയനെയാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ 4 types of opinion in an audit. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ളി കറക്റ്റ് ആണ് എന്ന് പറയുന്ന ഒപ്പീനിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? We will call it as unqualified opinion or unmodified opinion. Financial statement shows a true and fair view but subject to some reservation. Financial statements true and fair ആണ്, പക്ഷെ അവിടെ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് qualified opinion. Then the financial statements are fully misstated or the financial statements does not show a true and fair view. FS മൊത്തം തെറ്റാണെന്ന് നമ്മൾ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ കുറെ തെറ്റുണ്ടെന്ന് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? We will call it as adverse opinion. And finally disclaimer of opinion എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എൻ ഓഡിറ്റർ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒപ്പീനിയൻ ഒന്നും പറയാൻ പറ്റുന്നില്ല ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് വിളിക്കുക. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് വി നീഡ് ടു എക്സ്പ്രസ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ദ ഫസ്റ്റ് വൺ, ട്രൂ ആൻഡ് ഫെയർ. Then adverse means, yeah, as we already mentioned, it's not true and fair. Yeah, this one is true and fair, but this one is subject to some reservations. Okay, subject to some reservation. Disclaimer of opinion means what? We are unable to express an opinion. Okay, so these are the whole set of opinion that we need to express in the financial statements. Sorry, on the financial statements. All right. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഏത് സിറ്റുവേഷനിലാണ് ഏത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഹൗവർ ഓരോ സിറ്റുവേഷനിലും ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഈസ് എ മെറ്റീരിയാലിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ പെർവേസീവ്നെസ്. ഓരോ മിസ്റ്റേറ്റ്മെന്റും മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നോക്കണം, ഓരോ മിസ്റ്റേറ്റ്മെന്റും പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ഓക്കെ, സോ ഒരു മിസ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് മെറ്റീരിയൽ ആവുന്നത്? വി നോ ദ ഫാക്ട് ദാറ്റ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് SA 320 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? മെറ്റീരിയൽ എന്നൊരു ഐറ്റത്തിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു യൂസേഴ്സിന്റെ ഡിസിഷൻ അഫക്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ മിസ്റ്റേറ്റഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒമിറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ന് വിളിക്കുക? We will call it as a material misstatement, right? അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂസറിന്റെ ഡിസിഷൻ അഫക്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഇൻഫർമേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുക? മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ആൻഡ് വി വിൽ കൺസിഡർ ദ മെറ്റീരിയാലിറ്റി ഓൺ ദ ബേസിസ് ഓഫ്
പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിലായിരിക്കും എമൗണ്ട് ഓഫ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന് മേലെ വരുന്ന എല്ലാ എമൗണ്ട്സിനെയും നമ്മൾ എന്തായിട്ട് എടുക്കും? മെറ്റീരിയൽ ആയിട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയാലിറ്റി എടുക്കുന്ന എന്തിന്റെ ബേസിസിലായിരിക്കും? ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് 320 എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അത് എപ്പോഴും നേച്ചറിന്റെ ബേസിസിൽ എന്തായിരിക്കും? മെറ്റീരിയൽ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ എ ട്രാൻസാക്ഷൻ വിത്ത് എ ഡയറക്ടറുമായിട്ട് നടത്തിക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മെറ്റീരിയൽ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ സിൻസ് ഇറ്റ്സ് എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐറ്റം മെറ്റീരിയൽ ആണോ എന്ന് കൺസിഡർ ചെയ്യാം. ഇനി ഒരു ഐറ്റം മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ we need to check whether that item is pervasive. ആ പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്ന് നോക്കണം. സോ എന്താണ് പെർവേസീവ്നെസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പെർവേസീവ്നെസ് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, അത് ഡിറ്റക്ട് ചെയ്തേക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് ആവാം, അൺഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ് ആവാം. എന്താ ഡിറ്റക്റ്റഡും അൺഡിറ്റക്റ്റഡും തമ്മിൽ ഉള്ള വ്യത്യാസം? ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തു, എവിഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പനിക്ക് അതോറിറ്റി ഇല്ലാത്ത അസറ്റ്സ് ആണ് കമ്പനി റെക്കോർഡ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് എ ഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ്. അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിഡൻസ് ചോദിച്ചു, പക്ഷെ തരാൻ കമ്പനിക്ക് എവിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ അത് മിസ്സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അപ്പൊ അതിനാണ് അൺഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് അല്ലെങ്കിൽ അൺഡിറ്റക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണോ അല്ലെങ്കിൽ ഇഫക്റ്റ് എന്താണോ, ആ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പെർവേസീവ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഉള്ള ഒരു ഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഉള്ള ഒരു അൺഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരാൻ പോകുന്ന ഓവറോൾ ഇമ്പാക്ട് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് മെൻഷൻ ചെയ്യുക? വി വിൽ കോൾ ഇറ്റ് ആസ് പെർവേസീവ്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ്. So a term used in the context of misstatement to describe the effect on the financial statements of misstatements or the possible misstatement on the financial statements of misstatement if any that are undetected due to an inability to obtain sufficient appropriate audit evidence. So നമ്മൾ പറയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിൽ അൺഡിറ്റക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അൺഡിറ്റക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മിസ്സ്റ്റേറ്റ്മെന്റ് എല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരുത്താൻ പോകുന്ന ഇമ്പാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പെർവേസീവ് എന്ന് വിളിക്കുക. ഓക്കെ, ആൻഡ് പെർവേസീവ് ഇഫക്റ്റ് നമ്മൾ 3 രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ, ആർ നോട്ട് കൺഫൈൻഡ് ടു സ്പെസിഫിക് എലമെന്റ്, അക്കൗണ്ട് ഓർ ഐറ്റം ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മളൊരു മിസ്സ്റ്റേറ്റ്മെന്റിന്റെ പെർവേസീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ എലമെന്റിനെ മാത്രം ആയിരിക്കത്തില്ല ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അഫക്ട് ചെയ്യുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ ഒരു സെയിം മിസ്സ്റ്റേറ്റ്മെന്റ് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തുള്ള മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്ട് ചെയ്തു. ഏതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയാ? ഇൻകം, എക്സ്പെൻസ്, ദെൻ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. സോ ദീസ് ആർ ദ 5 elements of the financial statements. സോ നമ്മുടെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിനെ അഫക്ട് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് എ പെർവേസീവ് മിസ്സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ് ഇഫ് സോ കൺഫൈൻഡ് റെപ്രസെന്റ് ഓർ കുഡ് റെപ്രസെന്റ് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ് സപ്പോസ് എങ്ങാനും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ മാത്രമായിരിക്കും അഫക്ട് ചെയ്തിട്ടുണ്ടാവുക, ബട്ട് ആ പർട്ടിക്കുലർ എലമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷനും ഒരു മേജർ പോർഷനും ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് അഫക്റ്റഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വിളിക്കണം പെർവേസീവ് എന്ന് വിളിക്കണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻവെന്ററി വാല്യുവേഷൻ ഫുള്ളി മിസ്സ്റ്റേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി വാല്യൂ അഫക്റ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? പെർവേസീവ് ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. വി വിൽ കോൾ ഇറ്റ് ആസ് ദാറ്റ് പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ് ഈസ് ഹാവിംഗ് പെർവേസീവ് ഇഫക്റ്റ് ഓവർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനലി നമ്മൾ പറയാണ് in relation to a disclosure are fundamental to the user's understanding of the financial statements. ഒരു യൂസറിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് ഡിസ്ക്ലോഷർ, ആ അക്കൗണ്ടിംഗ് ഡിസ്ക്ലോഷർ ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ അതും എന്തായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ വരുത്തുന്നുണ്ടാവുക? ഒരു പെർവേസീവ് ഇഫക്റ്റ് ആയിരിക്കും വരുത്തുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ല. സോ വി നോ ദ ഫാക്ട് ദാറ്റ് എ കമ്പനി കുഡ് പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ഗോയിങ് കൺസേൺ ബേസിസ് only if the company have made reasonable assumption relating to that and company going concern evaluation നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ടാവണം അല്ലേ? ആൻഡ് ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ യൂസേഴ്സ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമുക്ക് അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഈ 3 കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും നമ്മൾ പെർവേസീവ് ഇഫക്റ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അൺഡിറ്റക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ് വരുത്തുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അല്ലെങ്കിൽ അക്കൗണ്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെർവേസീവ് ആയിരിക്കും. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ
കൺഫൈൻഡ് ആയിരിക്കും, ഒരു സിംഗിൾ ഏരിയയിലായിരിക്കും എഫക്ട് ചെയ്യുക. ബട്ട് ആ ഏരിയയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് എ ഹോൾ നോക്കുമ്പോൾ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ എഫക്ട് ആണെങ്കിൽ പെർവേസീവ് ആയിരിക്കും. യൂസറിന്റെ ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഡിസ്ക്ലോഷറിന് എഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും വി നീഡ് ടു കൺസിഡർ ഇറ്റ് ആസ് എ പെർവേസീവ് മിസ്സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മളൊരു ഐറ്റത്തിന്റെ പെർവേസീവ്നെസ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓൾറൈറ്റ് ഗൈസ്, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഐറ്റം എങ്ങനെയാണ് പെർവേസീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഒരു ഐറ്റം എങ്ങനെയാണ് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് അത് മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒപ്പീനിയനിൽ നമ്മളത് റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കൺസിഡർ ലൈക്ക് ദിസ്. ലെറ്റ് മീ ഗിവ് സം പോയിന്റ്സ് ഔട്ട് ഹിയർ. Okay, fine. So these are the points that we need to consider. നമ്മൾ ആദ്യമേ നോക്കുക ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കുക. ഓക്കെ, ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കുക. നമുക്ക് മനസ്സിലായി ആ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ അല്ല. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുക ആ മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ നോക്കുക. ആ മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് അല്ല. In such a situation, if a misstatement is not material, NM എന്ന് പറഞ്ഞാൽ not material and not pervasive, then നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും? We will provide a unqualified opinion. Okay, not material ഉം not pervasive ആണ് ഒരു misstatement എന്നുണ്ടെങ്കിൽ നമ്മൾ unqualified opinion ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. Then suppose consider like this. നമ്മൾ ഒരു misstatement നോക്കുക. Okay, ഒരു misstatement നോക്കി ആ misstatement മെറ്റീരിയൽ ആണ് പെർവേസീവ് ആണ്. That's M and P. ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലും ആണ് പെർവേസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? വി വിൽ ബി പ്രൊവൈഡിങ് ആൻ അഡ്വേഴ്സ് ഒപ്പീനിയൻ. അങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ നമ്മൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് നോക്കുക. വി ഹാവ് ടേക്കൺ എ മിസ്സ്റ്റേറ്റ്മെന്റ്. നമുക്ക് മനസ്സിലായി ആ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. ഇറ്റ്സ് മെറ്റീരിയൽ ബട്ട് അതെന്തല്ല, പെർവേസീവ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് എ സമ്മറി. സോ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല, ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്, നമ്മൾ എന്ത് കൊടുക്കുക? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ഇഫ് ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം. ആൻഡ് ഇഫ് ഇറ്റ്സ് എ മിസ്സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ക്വാളിഫൈഡ് കൊടുത്താൽ മതി. ഓക്കെ, then now let's consider the case of a lack of audit evidence. Suppose say for example ഈ പർട്ടിക്കുലർ അസറ്റ്, ഈ അസറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് ഞാൻ നോക്കി. 10,000 ആണ് വാല്യൂ. ഓക്കെ, ഞാൻ കമ്പനിയോട് ചോദിക്കുകയാണ് ഈ അസറ്റിന് വേണ്ടിയുള്ള എവിഡൻസ് തരാൻ പറഞ്ഞു. കമ്പനി എന്ത് ചെയ്യുന്നില്ല? 10,000 റുപ്പീസിന്റെ ഈ അസറ്റിന് വേണ്ടിയുള്ള എവിഡൻസ് നമുക്ക് തരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുക ഈ 10,000 എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയൽ ആണോ, ഈ പർട്ടിക്കുലർ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർവേസീവ് ആണോ? ഇത് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് കൊടുത്താൽ മതി? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ കൊടുത്താൽ മതി. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് എപ്പോഴും മെറ്റീരിയൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തായിരിക്കും കൊടുക്കുക? വി വിൽ ബി പ്രൊവൈഡിങ് ആൻ unmodified opinion. Okay, then ഒരു particular lack of audit evidence, ആ lack of audit evidence ഉള്ള എമൗണ്ട് മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ നോക്കി. നമുക്ക് മനസ്സിലായി 10,000 എന്ന് പറയുന്ന ആ ഫിഗർ മെറ്റീരിയലും ആണ്, ബിക്കോസ് മെറ്റീരിയാലിറ്റി 8,000 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പം മെറ്റീരിയാലിറ്റി ലിമിറ്റിനേക്കാൾ മേലെയാണ്. അറ്റ് ദി സെയിം ടൈം ഇതൊരു പെർവേസീവ് ആയിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? വി വിൽ ബി പ്രൊവൈഡിങ് എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഓവർ ദെയർ. ഓക്കെ, ഫൈൻ. ആൻഡ് വെരി ഫൈനലി നമ്മൾ പറയാണ് if it's a lack of audit evidence, and ആ lack of audit evidence പറയുന്നത് മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല, അങ്ങനെയാണ് നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? അഗെയിൻ സെയിം ലൈക്ക് എ മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ തന്നെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ lack of audit evidence മെറ്റീരിയൽ ആണ് പെർവേസീവ് ആണ്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. lack of audit evidence മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. lack of audit evidence മെറ്റീരിയൽ ആണ് ബട്ട് പെർവേസീവ് അല്ല, we will be providing a qualified opinion. Okay, so this is how we will to provide ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇങ്ങനെയായിരിക്കും ഓരോ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു എളുപ്പ വഴിയും കൊണ്ടുണ്ട് എപ്പോഴും ഓർത്ത് വെക്കാൻ. ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണെങ്കിലും മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? അൺമോഡിഫൈഡ് തന്നെയായിരിക്കും. ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് അത് മെറ്റീരിയൽ ആണ് ബട്ട് പെർവേസീവ് അല്ല, എപ്പോഴും എന്തായിരിക്കും? ക്വാളിഫൈഡ് ആയിരിക്കും. ഒരേ ഒരു വ്യത്യാസം എവിടെയാണ് വരുന്നത്? മെറ്റീരിയലും പെർവേസീവ് ആവുന്ന കേസിൽ. മെറ്റീരിയലും പെർവേസീവ് ആണ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കണം? അഡ്വേഴ്സ് ഒപ്പീനിയൻ.
മെറ്റീരിയലും പെർവേസീവ് ആണ്, ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കണം? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 4 തരത്തിലുള്ള ഒപ്പീനിയൻസ് പറയാം. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയലിന്റെ ബേസിസിൽ നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് കൈൻഡ് ഓഫ് ഒപ്പീനിയൻ എന്നാണ് നമ്മൾ നോക്കാൻ പോവുക. നോക്കിക്കേ, എപ്പോഴൊക്കെയാണ് നമ്മളൊരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. The auditor shall modify the opinion in the auditor's report when the auditor concludes that based on the audit evidence obtained, the financial statements as a whole are not free from material misstatement. Financial statements as a whole, material ആയിട്ടുള്ള misstatement ഇല്ലായ്മയില്ല, which means financial statements materially misstated ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. അതുപോലെ തന്നെ enable to obtain sufficient appropriate audit evidence to conclude the financial statements are free from material misstatements. Financial statements free from material misstatement ആണ് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് sufficient appropriate evidence കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? മോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് SS 705 പ്രകാരം ആസ് എൻ ഓഡിറ്റർ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ടു എക്സ്പ്രസ് എ മോഡിഫൈഡ് ഒപ്പീനിയൻ വെൻ ദിസ് 2 കണ്ടീഷൻസ് ആർ മീറ്റ്. ആൻഡ് ഈ 2 കണ്ടീഷൻസ് പറഞ്ഞ ഏത് തന്നെയാണ്? പേരെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കണ്ടീഷൻ തന്നെ. അതായത് ആസ് എൻ ഓഡിറ്റർ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോട്ട് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നില്ല നമുക്ക് കൺക്ലൂഷൻ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തായിരിക്കും ചെയ്യണം? വി നീഡ് ടു പ്രൊവൈഡ് മോഡിഫൈഡ് ഒപ്പീനിയൻ. അതാണ് SA 705 പ്രകാരം ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ദെൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? വി നോ ദാറ്റ് there are qualified opinion, adverse opinion and disclaimer of opinion. And let's see ഏത് സിറ്റുവേഷനിലാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നത്? ഏത് സിറ്റുവേഷനിലാണ്? The auditor shall express a qualified opinion when there are misstatements that are individually or in aggregate material but not pervasive to the financial statements. Yes, we already learned ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ്? മെറ്റീരിയൽ ആണ്, പക്ഷെ പെർവേസീവ് അല്ല. അപ്പൊ നമ്മൾ ക്വാളിഫൈഡ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ പറയാണ് വി ആർ എനേബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. നമുക്ക് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ആ എമൗണ്ട് എന്താണ്? ദാറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അതും മെറ്റീരിയൽ ആണ്, പക്ഷെ പെർവേസീവ് അല്ല. വി ലേൺഡ് മെറ്റീരിയൽ ആണ്, പെർവേസീവ് അല്ല. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ട്, മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതായിരിക്കും കൊടുക്കുക? വി വിൽ ബി പ്രൊവൈഡിങ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അഡ്വേഴ്സ് ഒപ്പീനിയൻ. അഡ്വേഴ്സ് ഒപ്പീനിയൻ എപ്പോഴാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്? The auditor shall express an adverse opinion when the auditor, having obtained sufficient appropriate audit evidence, concludes that misstatement individually or in aggregate are both material and pervasive to the financial statements. നമ്മൾ പറയാണ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് തന്നെ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് മെറ്റീരിയലും ആണ്, പെർവേസീവ് ആണ്. അപ്പൊ ആ മെറ്റീരിയലും ആണ്, പെർവേസീവ് ആണെന്നുണ്ടെങ്കിൽ ആ മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് കൊടുക്കും? അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. നോക്കിക്കേ, the auditor shall disclaim an opinion when the auditor is unable to obtain sufficient appropriate audit evidence on which to base the opinion, and the auditor concludes that the possible effects of the financial statements of undetected misstatements, if any, could be both material and pervasive. നമ്മൾ പറയാണ് ഈ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെന്റ്, ആ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ബിക്കോസ് വി ആർ അനേബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് എന്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും? മെറ്റീരിയലും പെർവേസീവ് ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്നുണ്ടാവുക. ഓൾറൈറ്റ്, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഒപ്പീനിയൻ ആൻഡ് മോഡിഫൈഡ് ഒപ്പീനിയൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് സെഷൻ വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഫൈനലി ആസ് യൂഷ്വൽ നമുക്ക് ഹോൾ ഓവർ ദ ടെക്സ്റ്റ് ബുക്കും ഡിസ്കസ് ചെയ്ത് പോവാം. ഓൾറൈറ്റ് ഗൈസ്, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വീഡിയോ.